അരി തമിഴ്നാട്ടിൽ നിന്ന് വരും. ഇവിടെ കൃഷി ചെയ്തിട്ടില്ലെങ്കിലും ഒന്നും സംഭവിക്കത്തില്ലെന്നേ പണ്ട് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞതാണ്. അങ്ങനെ കരുതുന്നവരുണ്ടെങ്കിൽ പച്ചക്കറി ചന്തയിലെ വിലവിവര പട്ടിക ഒന്ന് നോക്കിക്കോളൂ. വില കുത്തനെ ഉയരുന്നത് നമുക്ക് കാണാം. തക്കാളി വില പിടിവിട്ട് മേലോട്ട് പോയിക്കൊണ്ടിരിക്കുക. അയൽ സംസ്ഥാനങ്ങളിൽ കാലാവസ്ഥ പ്രതികൂലമായതോടെ കേരളത്തിലേക്ക് പച്ചക്കറി എത്തുന്നത് വലിയ കുറവായിരിക്കുന്നു. കുടുംബ ബജറ്റിനെ ആകെ കീഴ്മേൽ മറിച്ചു, താളം തെറ്റിച്ചു. ദേ പോയി. പച്ചക്കറിക്ക് അപ്രതീക്ഷിതമായി ഉണ്ടായ വിലക്കയറ്റം ജനജീവിതത്തെ താളം തെറ്റിക്കുകയാണ്. പലയിടങ്ങളിലും തക്കാളിയുടെ വില 100 കടന്നിട്ടുണ്ട്. മറ്റ് പച്ചക്കറികളുടെ വിലയും ഓരോ ദിവസം കഴിയും തോറും ഉയരുകയാണ്. വിലക്കയറ്റം നിയന്ത്രിച്ചില്ല എങ്കിൽ ജനങ്ങൾ പൊറുതിമുട്ടും. തൊട്ടാൽ പൊള്ളുന്ന വിലയാണ് പച്ചക്കറിക്ക്. ഒരിടവേളയ്ക്ക് ശേഷമാണ് സംസ്ഥാനത്ത് പച്ചക്കറികളുടെ വില കുത്തനെ ഉയരുന്നത്. തക്കാളിയുടെ വിലയിലാണ് വൻ വർധന. എറണാകുളം ജില്ലയിൽ തക്കാളിക്ക് വില 100 രൂപയായി. തിരുവനന്തപുരത്ത് ഒരാഴ്ച മുൻപ് 60 രൂപയായിരുന്ന തക്കാളിക്ക് ഇപ്പോൾ 80 രൂപയാണ്. കോഴിക്കോട് ജില്ലയിൽ വില 82 രൂപ. അയൽ സംസ്ഥാനങ്ങളിൽ മഴ ശക്തമായതോടെ തക്കാളിയുടെ വരവ് കുറഞ്ഞെന്നും ഇതാണ് വിലക്കയറ്റത്തിന് കാരണമെന്നും വ്യാപാരികൾ പറയുന്നു. തക്കാളി 2 ദിവസം മഴ പെയ്യാൻ അഴി പോകും. സാധനമുണ്ട്, അതിപ്പോൾ കുറവ് 10 ലോഡ് എടുത്ത് 5 ലോഡ് വരും. അമിതമായ മഴ പെയ്തത് കൊണ്ടാണ് തക്കാളിയുടെ വില കൂടി നിൽക്കുന്നത്. തക്കാളിക്ക് മാത്രമല്ല മറ്റ് പച്ചക്കറികൾക്കും ദിനം പ്രതി വില ഉയരുകയാണ്. തിരുവനന്തപുരം ചാല മാർക്കറ്റിൽ മുരിങ്ങയുടെ വില 200ആയി. പലയിടങ്ങളിലും ഇഞ്ചിക്ക് വില 240 രൂപയായി. ബീൻസിനും നൽകണം 1 കിലോയ്ക്ക് 130. 25 രൂപയുണ്ടായിരുന്ന വഴുതനങ്ങ 40-ലെത്തി. 15 രൂപയായിരുന്ന പടവലത്തിൻ്റെ വില 25ആയി ഉയർന്നു. 40 രൂപയായിരുന്ന കൈതച്ചക്ക 60-ലെത്തി. നമ്മൾ വാങ്ങിക്കൊണ്ട് പോകുന്ന കച്ചവടം, അവർക്ക് കൃഷി ഇറക്കിയാലല്ലേ അവർക്ക് വില കുറച്ച് കൊടുക്കാൻ പറ്റുള്ളൂ. ഇപ്പോഴത്തെ മഴയത്ത് കണ്ടില്ലേ, അതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. എല്ലാത്തിനും വില കൂടുതൽ. പണ്ടൊക്കെ നമ്മൾ 200-300 രൂപയൊക്കെ കൊടുത്ത സാധനത്തിന് ഇപ്പം 1000 രൂപയുടെ ഒരു വീട് കഴിയാന്നുള്ളതേ ഉള്ളൂ. പച്ചക്കറി വിട്ട് ഇറച്ചിയോ മീനോ വാങ്ങാമെന്ന് കരുതിയാലും അവിടെയും വിലക്കയറ്റം രൂക്ഷമാണ്. മത്തിക്ക് 400 മുതൽ 500 വരെ കിലോയ്ക്ക് നൽകേണ്ടി വരും. കൂടാതെ മത്സ്യലഭ്യതയും കുറവാണ്. കോഴിയിറച്ചിക്കും വലിയ വില നൽകേണ്ടി വരും. പച്ചക്കറിക്ക് കൂടി വില ഉയരുന്നത് താങ്ങാനാകാത്ത സാഹചര്യത്തിലാണ് സാധാരണക്കാർ. ഇറച്ചിക്കും മീനിനും വില ഉയർന്നതിൻ്റെ ബുദ്ധിമുട്ടുകൾ ജനങ്ങൾ അനുഭവിക്കുന്നതിനിടെയാണ് പച്ചക്കറിക്കും ഇപ്പോൾ ദിവസം തോറും വില ഉയരുന്നത്. സർക്കാരും ഹോർട്ടികോർപ്പും ഇക്കാര്യത്തിൽ അടിയന്തരമായി ഇടപെടേണ്ടതുണ്ട്. അത്തരമൊരു ഇടപെടൽ ഉണ്ടായില്ല എങ്കിൽ ഓരോ ദിവസം കഴിയുന്തോറും ജനങ്ങൾ ജീവിക്കാൻ ബുദ്ധിമുട്ടും. അഖിൽ ഷാ അൻസാർ, 24 തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ. മാത്യു വേസിൻ്റെ ഒരു ഉപദേശം യൂട്യൂബിൽ വന്നിട്ടുണ്ട്. ഈ തക്കാളി കഴിച്ചില്ലെങ്കിൽ ചത്തുപോകത്തില്ല സുഹൃത്തെ. അത് ശരിയാ. നിലതെറ്റിക്കുന്ന വിലക്കയറ്റമാണ് ഇപ്പോൾ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ പൊതുജനം വല്ലാത്ത ആശങ്കയിലായിരിക്കുന്നു. തീൻമേശയിലെ വിഭവങ്ങൾക്കെല്ലാം തൊട്ടാൽ പൊള്ളുന്ന വിലയെന്നാണ് ജനങ്ങൾ ഇപ്പോൾ പറയുന്നത്. ജനങ്ങൾ നിശ്ചിതമായി പ്രതികരിക്കുകയാണ് ഈ അവസ്ഥയെക്കുറിച്ച്. സാധാരണക്കാർക്ക് വാങ്ങാൻ ബുദ്ധിമുട്ടാണ്. ഈ പച്ചക്കറിക്കും എല്ലാം വില കൂടുതലല്ലേ, പ്രശ്നമാണ്. ജനജീവിതത്തെ എല്ലാ സാധനത്തിനും വില കൂടുമ്പം ബുദ്ധിമുട്ടാകുമല്ലോ. സാധാരണക്കാർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുകളുണ്ടാകും. മലക്കറിക്കൊക്കെ വില കൂടുമ്പോഴത്തേക്കും നമുക്ക് അത് താങ്ങാൻ പറ്റത്തില്ല. എല്ലാ സാധനങ്ങളും വില കൂടുതലാണ്. നമ്മൾ സാധാരണ വാങ്ങിക്കുന്നതിനേക്കാളും ഭയങ്കര വിലയാണ്. എല്ലാ സാധനവും വില കൂടുതൽ തന്നെ. എന്നിട്ട് പറയുന്നത് പൊതുജനങ്ങൾക്ക് ഒന്നും വാങ്ങിക്കാൻ പറ്റൂല ഇപ്പം മലക്കറിയൊന്നും. നമ്മളെപ്പോഴും പാവങ്ങൾക്ക് ജീവിക്കാൻ ഇങ്ങനെ വില കൂടി കഴിഞ്ഞാൽ പറ്റൂല. ഭയങ്കര വില. പാവങ്ങൾ എത്ര ചെയ്യുന്നതാണ് ഇപ്പം ബുദ്ധിമുട്ട്. എല്ലാത്തിനും വില തന്നെ. വില കയറി കിടക്കുകയാണ്. ഒന്നും വാങ്ങിച്ച് നമുക്ക് കഴിക്കണ്ട എന്നുവെച്ചാൽ ഇങ്ങനെ വില കയറിയാൽ നമ്മൾ എന്തിനു ചെയ്യും? ഇപ്പം 100 രൂപയ്ക്കൊക്കെ പച്ചക്കറി മേടിച്ചാൽ ഒരു ദിവസത്തേക്ക് യൂസ് ചെയ്യാനൊക്കെ വരുന്നുള്ളൂ. കൂട്ടുകുടുംബമായിട്ടൊക്കെ ഉള്ളവർക്ക് വളരെ കഷ്ടകരമാണ്. 70 രൂപയുടെ പച്ചക്കറിയൊക്കെ ഇപ്പം 100 രൂപയാണ് അവിടെയൊക്കെ. സംഗതി അവിടെ തമിഴ്നാട്ടിൽ വന്നെങ്കിൽ ഇവിടെ മലക്കറി സാധനമൊന്നും ഇല്ല. സാധനങ്ങൾക്കെല്ലാം വില കൂടുതലാണ്. അത് ബുദ്ധിമുട്ട് തന്നെയാണ്. മാർക്കറ്റ് ദയനീയമാണ്. മാർക്കറ്റിലൊരു മനുഷ്യൻ ഇങ്ങോട്ട് വന്നില്ല, മാർക്കറ്റിലേക്ക് വന്നില്ല ജനങ്ങൾ മേടിക്കാൻ വേണ്ടി. കാരണം വിലക്കയറ്റം സാധാരണ ജനങ്ങൾക്ക് പണിയില്ല. പണിയുണ്ടെങ്കിലല്ലേ എന്തെങ്കിലും വാങ്ങിക്കാൻ വേണ്ടി വരുള്ളൂ. നിത്യോപയോഗ സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി വരുന്നത്. ഇപ്പോൾ നല്ല വിലയാണ് എല്ലാത്തിനും വില. അപ്പം ചുരുക്കി ചിലവാക്കാൻ വേണ്ടി ഭാര്യമാരോട് പറയും, പക്ഷെ അവരത് ശീലിക്കുന്നില്ല. ഇവിടെ 800 രൂപ 900 രൂപ കൂലി ഇട്ടുന്നവന് വീട്ടിൽ പോകുമ്പോൾ സാധനമൊക്കെ വാങ്ങി കഴിയുമ്പോൾ അവൻ്റെ കയ്യിലൊന്നും ഉണ്ടാവില്ല. ഇപ്പോൾ 1 കിലോ മത്തിക്ക് 300 രൂപ ഇവിടെ നിലവാരം. പച്ചക്കറിക്ക് വെച്ചാൽ അതിനെക്കാട്ടിയും വലിയ വില. തീ പിടിച്ച വിലയാണ് എല്ലാ സാധനത്തിനും. നമ്മൾ സാധാരണപ്പെട്ടവർക്ക് ജീവിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ്. ഒന്നാമത് തൊഴിൽ കുറവായിക്കൊണ്ടിരിക്കുന്നു. സാമ്പത്തികമായിട്ട് എല്ലാവരും ഞെരുക്കത്തിലാണ്. വിലക്കയറ്റമുണ്ട് തീർച്ചയായിട്ടും. ഞാൻ പകുതി വാങ്ങിച്ചുള്ളൂ. കഴിഞ്ഞ തവണ 5 തവണ വന്നെങ്കിൽ ഇത്തവണ 2 തവണയൊന്നും ഉണ്ടാവുള്ളൂ. ഗോപാലകൃഷ്ണൻ ജി കെ എന്ന് പ്രേക്ഷകൻ എഴുതുന്നു, പച്ചക്കറിക്ക് വില കൂടി ശരിയാണ്, പക്ഷേ ഇത് ഉണ്ടാക്കുന്ന കർഷകന് കിട്ടുന്ന
വിളമാണെങ്കിൽ അവിടെ ഒന്നും കിട്ടുന്നില്ല, അവർക്കൊന്നും കൂടുന്നുമില്ല, അവർക്കൊന്നും കിട്ടുന്നില്ല എന്നാണ് പറയുന്നത്.